ഹായ് ഹലോ എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീണ്ടും വിശേഷങ്ങളിലേക്ക് ഹതമായ സ്വാഗതം. മനോഹരമായൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീണ്ടും വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ മനോഹരമായ വീണ്ടും വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അങ്ങനെ ചെയ്താൽ ദിവസവും ഇതുപോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടത് നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ടി കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ വീട് വരുന്നത് എറണാകുളം ജില്ലയിലാണ് കേട്ടോ. ആലുവ ടൗണിന് വളരെ അടുത്തായി, ആലുവ ടൗണിൽ നിന്നും 6 കിലോമീറ്റർ മാത്രം ദൂരത്തായി, ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും 500 മീറ്റർ മാത്രം ദൂരത്തായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ലൊക്കേഷനിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്റർ ദൂരവും, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഒരു 13 കിലോമീറ്റർ ദൂരവും, തൊട്ടടുത്തുള്ള ജംഗ്ഷനിലേക്ക് ജസ്റ്റ് വാക്ക് ഡിസ്റ്റൻസ് മാത്രം ദൂരവുമാണ് വരുന്നത്. 2018-19 കാലഘട്ടത്തിലെ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട് വരുന്നത് ഏതാണ്ട് 5 സെൻറ്റ് അടുത്ത് ഒറിജിനൽ ലാൻഡിലാണ്. 4 സെൻറ്റ് 850 ലിങ്സിലാണ്. 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. എറണാകുളം സൈഡിൻ്റെ ഏതൊരു ഭാഗത്തേക്കും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. തൃപ്പൂണിത്തുറയിലായാലും കിഴക്കമ്പലം സൈഡിലേക്കായാലും കാക്കനാടിൻ്റെ ഏതൊരു ഭാഗത്തേക്കായാലും ഇടപ്പള്ളി ഭാഗത്തേക്കായാലും പാലാരിവട്ടം, അതുപോലെ തന്നെ ആലുവ ടൗൺ, ആലുവ മെട്രോ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്കായാലും തൊട്ടടുത്തുള്ള കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കായാലും പെരുമ്പാവൂർ സൈഡിലേക്കായാലും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഏതൊരു വലിയ വാഹനം ഈസിലി കടന്നു വരാവുന്ന വീതി കൂടിയ റോഡ് ഫ്രണ്ടേജാണ് വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിട്ടുണ്ട്. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും ഈ വീടിന് നൽകിയിരിക്കുന്നു. ഒരേ സമയത്ത് തന്നെ 3 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ ഈ വീടിൻ്റെ മുൻവശത്ത് ലഭിക്കുന്നുണ്ട്. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് കേട്ടോ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്ന കിഴക്കോട്ടാണ്. വടക്ക് കിഴക്ക് മൂലയിലായി കിണറും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ വാട്ടർ സോഴ്സിനായി കിണർ വെള്ളമാണ്. മാത്രമല്ല KW കണക്ഷൻ നമുക്കിവിടെ ഓപ്ഷനാണ്. ധാരാളം വീടുകളെല്ലാം ഉള്ള നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല 2018-19 കാലഘട്ടത്തിലെ ഫ്ലഡ് ബാധിക്കാത്തൊരു ഏരിയയിലാണ് ഈ വീട് വരുന്നത്. ഈ ഒരു ഭാഗത്തായാണ് കിണർ വരുന്നത്. ധാരാളം വെള്ളം സുലഭമായി ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് കേട്ടോ ഈ വീട്, ഈ കിണർ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം ധാരാളം വെള്ളമുണ്ട്. മനോഹരമായ ഒരു എലിവേഷനിലാണ് കേട്ടോ ഈ വീടിൻ്റെ ഫ്രണ്ട് വശം വരുന്നത്. വീടിൻ്റെ മുൻവശത്തേക്ക് പോയാൽ വലിയൊരു സിറ്റ് ഔട്ട്, അത്യാവശ്യം സ്പേസ് ഉള്ളൊരു സിറ്റ് ഔട്ട് നമുക്ക് വീടിന് അവൈലബിൾ ആണ്. 2-3 ചെയർ ഇടാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. സൈഡ് വശങ്ങളിലെല്ലാം, വാളിൻ്റെ സൈഡ് വശങ്ങളിലെല്ലാം ധാരാളം പ്ലാന്റുകളെല്ലാം പിടിപ്പിക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല വീടിൻ്റെ മുൻവശത്തായി കടുപ്പാക്കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസും വച്ച് നൽകുന്നതാണ്. മുൻവശത്തേക്ക് പോയാൽ സീറ്റ് ഔട്ടാണ് നമ്മൾ ഈ കാണുന്നത്. ഗ്രാനൈറ്റ് ഫ്ലോറിംഗ് നൽകിയിട്ടുണ്ട്. 2 പാളികളിലായാണ് മെയിൻ ഡോറ് നിർമ്മിച്ചിരിക്കുന്നത്. ടീക്കുഡ് ഫിനിഷിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വുഡൻ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് ആഞ്ഞിലി മരത്തിലുമാണ്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് 2 പാളികളായ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ലിവിംഗ് സ്പേസിലേക്കാണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. സീലിംഗ് ഫാൻ, BLTC ഫാൻ നൽകിയിട്ടുണ്ട്. വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും നമ്മൾ പാർട്ടീഷൻ എല്ലാം ചെയ്തിരിക്കുന്നു. ഡൈനിങ് സ്പേസാണ് നമ്മൾ ഈ കാണുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ, എനിക്ക് തോന്നുന്നു ഒരു 8-10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് യൂസ് ചെയ്യാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ഇവിടെയും ചെയ്തിരിക്കുന്നു. BLTC ഫാൻ സീലിംഗ് നൽകിയിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയ ഒരു സ്പേസാണിത്. ഈ ഒരു ഭാഗത്തായി കോമൺ വാഷ് ഏരിയ നൽകിയിരിക്കുന്നു. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ധാരാളം ഷെൽഫുകളെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ഒരു ഓപ്പൺ കിച്ചണാണ് കേട്ടോ നമുക്ക് ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഓപ്പൺ കിച്ചൺ, ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എല്ലാം നൽകിയിരിക്കുന്നു. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകി മനോഹരമാക്കിയ ഒരു കൗണ്ടറാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. കിച്ചണാണ് നമ്മൾ ഈ കാണുന്നത്. കിച്ചണും വിത്ത് വർക്ക് ഏരിയ എന്നൊരു കൺസെപ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. കിച്ചണിൻ്റെ കുക്കിംഗ് ചെയ്യുന്ന ഒരു ദിക്ക് വരുന്നത് കിഴക്കോട്ടാണ്. മാത്രമല്ല ഒരു ഇലക്ട്രിക് ചിമ്മിനി എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. കിച്ചൺ ടോപ്പിനായി ബ്ലാക്ക് കളർ ഗ്ലോസി ഫിനിഷുള്ള ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ധാരാളം സ്പേസുകളെല്ലാം ഉള്ള നല്ല സ്പേഷ്യസ് ആയ ഒരു കിച്ചണാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ്. ഏതാണ്ട് ഒരു 12x14 എന്ന അളവിലാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം ഒരുക്കി മനോഹരമാക്കിയ ബെഡ്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാനുകളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ബാത്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ നീളത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്.
മാത്രമല്ല ഒരു ഒരു മാറ്റ് പാറ്റേണിലാണ് ഇവിടുത്തെ ഫ്ലോറിംഗ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഏരിയയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ഇൻവെർട്ടർ യൂണിറ്റും മറ്റ് സാമഗ്രികൾ വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം അവൈലബിൾ ആണ്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷുള്ള ടൈൽസുകളാണ് നൽകിയിരിക്കുന്നത്. നേരെ കയറിച്ചെന്ന് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 2 ബെഡ്റൂമുകളാണ് ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിങ്ങിനായി വലിയ വെട്രിഫൈഡ് ടൈൽസുകളും സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു 8-12, 8-14 എന്ന അളവിലാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയ ബെഡ്റൂമിന് ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. മനോഹരമായ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ്. നല്ല ഭംഗിയിലുള്ള ഒരു വാൾ ടൈൽസുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഏതാണ്ട് 7 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വെന്റിലേഷൻ സൗകര്യം, ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക ഏരിയ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഈ ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിലേക്കൊരു എക്സിറ്റ് അവൈലബിൾ ആണ്. ബാൽക്കണിയാണ് നമ്മൾ ഈ കാണുന്നത്. ടഫൻ ഗ്ലാസ് ആണ് ഹാൻഡ് റെയിലിനായി നൽകിയിരിക്കുന്നത്. ഏതാണ്ട് 5 സെൻറ്റ് അടുത്ത് ഒറിജിനൽ ലാൻഡിൽ 4 സെൻറ്റ് 850 ലൈൻസിൽ 1750ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു യൂട്ടിലിറ്റി റൂമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക ഏരിയ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീടിൻ്റെ വിലയാണ് അറിയേണ്ടത്. ഈ വീടിന് ചോദിക്കുന്ന വില 62 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. സൈറ്റ് വിസിറ്റിങ്ങിനും ഓണറുമായി ഡയറക്റ്റ് സംസാരിക്കാനും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.